ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കണ്ടൻറ്റുമായിട്ടാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്കൊരു പറ്റിയൊരു അബദ്ധം കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോണ്ട് ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്ക് ആകെ 2 വാട്ടർ ക്യാബേജസേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 വാട്ടർ ക്യാബേജാണ് ഈ ഒരു 2-3 മാസം കൊണ്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പോണ്ട് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നും ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ഏരിയ ഫുൾ ലാൻഡ്സ്കേപ്പ് ചെയ്തതൊക്കെ 2 വീഡിയോസായിട്ട് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് വാട്ടർ ക്യാബേജ്. എൻ്റെ പറ്റിയ മണ്ടത്തരം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ വാട്ടർ ക്യാബേജ് എന്ന് പറയുമ്പോൾ ഒരു മദർ പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ പൊട്ടി ഉണ്ടാവുന്ന ഒരു വാട്ടർ പ്ലാന്റാണ്. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വാട്ടർ പ്ലാന്റിന് കുറച്ച് യെല്ലോയിഷ് കളറുണ്ട്. അത് നല്ല സൺലൈറ്റ് അടിക്കുന്നത് കൊണ്ടാണ് ആ ഗ്രീനിഷ് മാറി ഒന്ന് യെല്ലോ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരുപാട് നീളത്തിന് വളരുന്ന ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ടാണ് ഈ ഒരു വാട്ടർ പ്ലാന്റിനുള്ളത്, വാട്ടർ ക്യാബേജിനുള്ളത്. അപ്പോൾ ഇത് വെള്ളത്തിന് വെളിയിലേക്ക് വലിച്ചെടുക്കുമ്പോഴേക്കും ഒരു നാര് പോലെ കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്താലും വെള്ളത്തിനകത്തേക്ക് ഒരുപാട് തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിനകത്തുള്ള ഓക്സിജൻ കപ്പാസിറ്റി ഫുള്ളി റെഡ്യൂസ് ആവും. വെള്ളത്തിനകത്ത് ഓക്സിജൻ ഇല്ലാതെയാവും. അതുപോലെ തന്നെ നമ്മുടെ ഗപ്പികൾ അതുപോലെ തന്നെ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നീന്താൻ ഒരു സൗകര്യം ഇല്ലാതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ പോണ്ട് നല്ല ക്ലീൻ ചെയ്യുക. പോണ്ടിൽ വാട്ടർ ക്യാബേജ് ഉള്ളവർ ഉടനെ തന്നെ പോയി നോക്കുക. ഇതുപോലെ തിങ്ങിയായിരിക്കും കിടക്കുന്നത്. നിറച്ച് ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ട്സ് അറ്റാച്ച് ചെയ്തായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ അതിനകത്ത് ഒട്ടുമിക്ക മീനുകളും ചത്തുപോയി. അത് ആ വാട്ടർ ക്യാബേജ് അങ്ങനെ കിടന്നതുകൊണ്ടാണ് നിറച്ചും ചത്തുപോയി. അപ്പോൾ ബാക്കിയുള്ള കുഞ്ഞു മീനുകളും ഉണ്ടായിരുന്നു. അതിന് ഞാൻ എൻ്റെ ഫിഷ് പോണ്ട്, വേറൊരു പോണ്ട് ഞാൻ സെറ്റ് ചെയ്തിരുന്നു, ഞാൻ വീഡിയോ ചെയ്തിരുന്നു. നല്ല വ്യൂവേഴ്സ് ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു പോണ്ടിലേക്ക്, ഈ ഒരു ഫ്രിഡ്ജ് പോണ്ടിലേക്ക് ഞാൻ എൻ്റെ ഉള്ള മീനുകളെ ഒന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താകുമ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട്. ഞാൻ വാട്ടർ ക്യാബേജ് ഇതിനകത്ത് ഇട്ട് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുഞ്ഞു പ്ലാന്റ്സിൻ്റെ ഇടയിലൂടെ ഈ മീനുകൾ കിടന്നോളും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വാട്ടർ ക്യാബേജ് നട്ടുകൂടാ എന്നതിനെ പറ്റിയിട്ടല്ല കേട്ടോ. എങ്ങനെ വേണം നടാം, അല്ലെങ്കിൽ ആ ഒരു ഫിഷ് പോണ്ടിൽ, ഗപ്പി പോണ്ടിൽ എങ്ങനെയാണ് വാട്ടർ ക്യാബേജ് കിടക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കുളം വറ്റിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, നിറച്ച് നല്ല അമോണിയ കണ്ടൻറ്റൊക്കെ ഉള്ള വെള്ളമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചെടികൾക്ക് തഴച്ച് വളരാൻ സഹായിക്കുന്ന വെള്ളം. അപ്പോൾ അതൊന്ന് ശേഖരിച്ച് വെച്ചേക്കാം. അപ്പോൾ ഞാൻ വീണ്ടും വാട്ടർ റീഫില്ല് ചെയ്തേക്കുവാണ് പോണ്ടിലേക്ക്. അതിനകത്തേക്ക് ഞാൻ നേരത്തെ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി കളഞ്ഞിരുന്നതെല്ലാം ഞാൻ തിരികെ ഇട്ട് കൊടുക്കുകയാണ്. കുഞ്ഞു പായലുകളും കുഞ്ഞു വാട്ടർ പ്ലാന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ പോണ്ടിൽ. അപ്പോൾ അവരെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രൂണിങ് ആണ്. വാട്ടർ ക്യാബേജിനെ പ്രൂൺ ചെയ്യുക എന്നതാണ് സിറ്റുവേഷന് പറ്റിയ ഒരു സൊല്യൂഷൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗി തോന്നും. അതുകൊണ്ട് തന്നെ നിറഞ്ഞങ്ങ് കിടക്കാനായിട്ട് നമ്മൾ അവസരങ്ങൾ ഒരുക്കും. പക്ഷെ അത് പാടില്ല. ഒരു വാട്ടർ പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് സാപ്ലിങ്സ് ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ അതുമൂലം തന്നെ ആ ഒരു മദർ പ്ലാന്റ് നല്ല തിക്കായിട്ട് ഗ്രോ ആവും. നമ്മുടെ കയ്യിലെടുത്ത് വെക്കുമ്പോൾ ആ ഫൈബ്രസ് റൂട്ടൊക്കെ നല്ല ഒതുങ്ങിയായിരിക്കുന്നു. പക്ഷെ വെള്ളത്തിലേക്ക് ഇറക്കുമ്പോഴേക്കും നന്നായിട്ട് വിടർന്ന് പന്തലിച്ചങ്ങ് കയറും. അപ്പോൾ എല്ലാ പ്ലാന്റ്സും ഇതുപോലെ തിക്കായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മീനുകൾ പെട്ടെന്ന് ചത്തു പോകാനായിട്ടുള്ള കാരണമാവും. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രൂൺ ചെയ്യണം. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഗസ് ചെയ്യുകയാണെങ്കിൽ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതുപോലൊരു വാട്ടർ ക്യാബേജ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതെല്ലാം പ്രൂൺ ചെയ്യാം. അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ 1-2 ഇഞ്ച് നിർത്തിയിട്ട് വേണം, ബാക്കി റൂട്ട്സ് വേണം കട്ട് ചെയ്ത് മാറ്റാൻ. അപ്പോൾ ഇത് 2-3 മാസം ചെല്ലുമ്പോഴേക്കും വീണ്ടും ഇതുപോലെ ഗ്രോത്ത് ആവും. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഗപ്പീസ് ഉള്ള പോണ്ടാണെങ്കിൽ മാത്രം പ്രൂണിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ കുളം വെറുതെ ഇട്ടേക്കുന്നതിന് നല്ലത് 1-2 മീനെങ്കിലും അതിൽ കിടക്കുന്നത് തന്നെ, അല്ലെങ്കിൽ കൂത്താടികളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗപ്പീസിനെ കുളത്തിൽ വളർത്തുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ പ്രൂൺ ചെയ്ത് തിരിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയായ ഒരു കുഞ്ഞി ഫാൻ ഗേൾ ഉണ്ട്. അവളുടെ പേര് സന ഫാത്തിമ എന്നാണ്. 7ാം ക്ലാസ്സുകാരിയാണ്, ട്രിവാൻഡ്രംകാരിയാണ്. ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ അവളെടുത്ത ഒരു എഫേർട്ടിന് നമുക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ പ്രായത്തിൽ ചെടികളെ സ്നേഹിച്ചു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ വളർന്നു കഴിഞ്ഞാൽ എല്ലാവരോടും ഒരു സ്നേഹമുള്ളൊരു മെൻറ്റാലിറ്റി നമുക്കുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത്. എൻ്റെ ഹോം പേജ്, എൻ്റെ നെയിം സെർച്ച് ചെയ്ത് കയറുമ്പോഴേക്കും ഇതുപോലൊരു സ്ക്രീനായിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത്. അതിനകത്ത് നിന്ന് കമ്മ്യൂണിറ്റി ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ വാട്ടർ ക്യാബേജിൻ്റെ കണ്ടൻറ്റ് കറക്റ്റായിട്ട് പറഞ്ഞ ആൾ വിദ്യ പ്രശാന്താണ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയായ വിദ്യ ചേച്ചിക്കാണ് ഇന്നത്തെ സമ്മാനം പോയേക്കുന്നത്. വാട്ടർ ക്യാബേജ് ഉടനെ തന്നെ ഞാൻ എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ വിദ്യ ചേച്ചി ഉണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ താഴെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ലിങ്കോ കൊടുത്തേക്കാം. അപ്പോൾ അതുവഴി കയറി ഒന്ന് വന്ന് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് തിരിച്ചു വരാൻ, നമ്മുടെ വാട്ടർ ക്യാബേജിൻ്റെ പ്രൂൺ ചെയ്തെടുത്തേക്കുന്ന റൂട്ട്സാണിവ. അപ്പോൾ ഇത്രയും റൂട്ട്സ് ഉണ്ടായിരുന്നത് വെള്ളത്തിലേക്ക് ഇടുവാണെങ്കിൽ നിറച്ച് നല്ല സ്പ്രെഡായിട്ട് വരും. നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോഴേക്കാണ് ഇതിങ്ങനെ കോല് പോലെ ഇരിക്കുന്നത്. ഇത് ശരിക്കും നമുക്ക് ഓർക്കിഡ് പോട്ട്സിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഓർക്കിഡ് പ്ലാന്റ്സിനൊക്കെ ചകിരിക്ക് പകരമൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഇണക്ക് കട്ട് ചെയ്യുവാണെങ്കിൽ കൊക്കോപീറ്റിൻ്റെ അതേ ഗുണങ്ങൾ ഉള്ള വാട്ടർ അബ്സോർബിങ് കണ്ടൻറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഗപ്പിക്കുളങ്ങളിലെ ഇതുപോലെ ഒന്ന് സേവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യുക. വാട്ടർ ക്യാബേജസ് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്, പക്ഷേ ഇതുപോലെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.